ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, സത്യം പറയാകട്ടെ, ഇത് കേട്ടിട്ടുണ്ടല്ലോ എനിക്ക് ചിരി അടക്കാൻ വയ്യ. കാരണം അത്രയും സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കുന്നത്. നമ്മുടെ അൻസാരി സൂര്യോസ്താണല്ലോ, ആള് പുലിയാണ് കേട്ടാ. കാരണം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വിസർജനം ചാനലിനകത്ത് നടന്ന ചർച്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം സകലമാന ആൾക്കാരും വരുന്നവരും പോകുന്നവരൊക്കെ ഈ വിസർജനം ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് കൊണയടിച്ചിട്ടുള്ള കീടാണുക്കളെ എടുത്ത് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടത്. ഇത്രയധികം ട്രോള് വാങ്ങിച്ചു കൂട്ടിയ വേറൊരു ചാനലിൻ്റെ ആൾക്കാരും ഉണ്ടാകത്തില്ല. ഏതായാലും നമ്മുടെ ഈ ചാനലിലെ നമ്മുടെ ശ്യാം എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ, ഇവനാണ് പറഞ്ഞത് മറ്റേ ആ നാരായണേട്ടൻ്റെ ബോഡിയുമായിട്ട് വന്നത് സേവാഭാരതിയുടെ ആംബുലൻസ് ആയിരുന്നു, അതിൻ്റെ ചെലവുകൾ മൊത്തം നടത്തിയത് സേവാഭാരതി ആയിരുന്നു, പിന്നെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഈ ഇർഫാന ഇക്ബാൽ വന്ന് നിന്നത്, ബാക്കിയെല്ലാം അവരാണ് ചെയ്തതെന്നുള്ള തരത്തിൽ ഈ വിസർജനം ചാനലിനകത്ത് ഇരുന്ന ഈ കീടാണുക്കളെല്ലാം കൂടെ അങ്ങോട്ട് കലവില കൂടി. ആ വീഡിയോയുടെ ഒക്കെ താഴെ പോയി നോക്കിയാൽ പെറ്റ തള്ള പോലും സഹിക്കാത്ത തരത്തിലുള്ള തെറിയാണ് ഇതിനകത്ത് വന്നത്. എന്താണേലും നമ്മുടെ ഈ ശ്യാംകുട്ടനുണ്ടല്ലോ, ഈ വിസർജനം ചാനൽ ശ്യാംകുട്ടൻ, ആ ശ്യാംകുട്ടൻ നമ്മുടെ ഉസ്താദിനെ വിളിച്ചു. അതിനു മുമ്പ് ഇതിൻ്റെ എല്ലാമായിട്ടുള്ള നമ്മുടെ അമ്പ്യാരിയേട്ടൻ വിളിച്ചു. കാരണം ഉസ്താദിനെ ആദ്യം വിളിച്ചായിരുന്നു. അമ്പ്യാരിയേട്ടൻ്റെ പൂജാമുറിയിൽ ഇപ്പോഴും മറ്റേ നിസ്കാരപ്പായ ഇരിപ്പുണ്ട്. അവിടെ വരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ പായെടുത്ത് വീട്ടിലിട്ട് നിസ്കരിച്ചിടുക. അത്രയും മതേതരവാദിയാണെന്ന് നമ്മുടെ ഈ പറഞ്ഞ അനിലേട്ടനൊക്കെ സത്യം പറയാണ്ടല്ലോ, വയറ്റിപ്പഴപ്പിന് വേണ്ടി ഈ ചാനലിനകത്ത് കിടന്ന് അന്ന് ഈ പരിപാടി ചെയ്യുന്നത്. ഏത് ഈ അപരമത വിദ്വേഷം പറഞ്ഞാലേ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കത്തുള്ളല്ലോ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട് ഈ മലൻ ടി വിയെ തിരുത്താൻ വേണ്ടി നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദ് വേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും മാത്രമല്ല, വലിയ രീതിയിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച തുടങ്ങി. അതായത് ഈ വിസർജനം ചാനൽ എന്ന് പറയുന്നത് കേരളത്തിന് ശാപമാണ്, കേരളത്തിലെ ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കൂടോത്ര ഫാക്ടറി ആണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ലവന്മാർ തിരുത്തി ഉസ്താദിനെ വിളിക്കുന്ന ഈ ഒരു മാസ് വീഡിയോ. സത്യം ചിരി അടക്കത്തില്ല. നിങ്ങളിത് മുഴുവനായിട്ടൊന്ന് കേട്ട് നോക്കിയോ, ചിരിച്ച് പണ്ടാരം അടങ്ങാം, ചിരിച്ച് മറിയല്ലോ. കണ്ടോ? ഹലോ നമസ്കാരം ഉസ്താദെ. നമസ്കാരം. ആരാ മോനെ? ഞാനിപ്പൊ നിങ്ങള് കൊന്നുകൊണ്ടിരിക്കുന്ന ആളാ. ജനൻ ടിവിയിലെ ശ്യാമായിരുന്നേ. അയ്യോ ശ്യാമേ, മുത്തേ ഒന്നും വിചാരിക്കരുതേട്ടാ മുത്തേ. ഇല്ല. അല്ല, എനിവേ താങ്ക് യു സോ മച്ച്. ഞാനൊരു നന്ദി പറയാൻ വിളിച്ചതാണ്. എന്തുപറ്റി? അല്ല, ആ ഒരു പോയിന്റേ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് അന്വേഷിക്കുകയും അതിന്റെ സത്യാവസ്ഥ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഓ ശ്യാമേ, സോറി. ഞാൻ ഒരു കുഴപ്പമില്ല. അയ്യോ ഒരു കുഴപ്പമില്ല. കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ നമുക്കും തിരുത്തപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അതെ അതെ ശ്യാമേ. പിന്നെ ഒരു കാര്യം പറയണ്ടേ, അനിൽ നമ്പ്യാർ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ച കാര്യം ഞാനിവിടെ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല. എന്നാലേ അനിൽ നമ്പ്യാരായിട്ട് സംസാരിച്ചപ്പോഴേ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ കേട്ടപ്പോഴേക്കും അത്ഭുതം വന്നു. ഇവരൊന്നുമില്ല, ഇവരൊക്കെ നിങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി സംസാരിക്കുന്നതിനപ്പുറത്തേക്കോ സ്നേഹത്തിന്റെ ഒരു മഹാലോകം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഈ പറയുന്ന വർത്താനം കേൾക്കുമ്പോഴേ നിങ്ങളൊക്കെ വളരെ മോശം മനുഷ്യരാണെന്ന് വിചാരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ അനിൽ നമ്പ്യാരുടെ വർത്താനം 4 മിനിറ്റ് സംസാരിക്കാൻ അന്തം വിട്ടു പോയി അദ്ദേഹത്തിന്. കാരണം ഇവരൊക്കെ മുസ്ലിമീങ്ങളുമായി ഭയങ്കര, നമ്മുടെ ഈ കൃഷ്ണകുമാർ സാറല്ലേ മറ്റേ കൊല്ലത്ത, അതെ കൃഷ്ണകുമാർ സാറിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഷിഹാബ് തൃശ്ശൂർ എന്ന് പറയുന്ന വലിയ ബിസിനസ്സുകാരനാ. അവർ തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള യാത്രയുടെ ഒക്കെ വീട് എനിക്ക് കാണിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണോ ഈ മനുഷ്യർ? ഇപ്പൊ എന്നെ രഹസ്യമായിട്ട് വിളിക്കുന്ന ബിജെപിക്കാരും സാർ ഒരുപാട് പേര് നമുക്ക് പേഴ്സണൽ ബന്ധമുണ്ട്. കാരണം നമ്മളിലെല്ലാം അന്തർലീനമായി കിടക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്നെ ഒരാൾ വഴിയിൽ വെച്ച് ഒരു സംഘപരിവാറുകാരനെ ആക്രമിച്ചാൽ ശ്യാമ വെറുതെ ഇരിക്കുമോ? എന്നെ ഇരിക്കുന്നത് എന്നെ അകാരണമായിട്ട് ആക്രമിച്ചാൽ നീ വെറുതെ ഇരിക്കുമോ? 100%. ഞാനൊരു മുസൽമാനാണെന്നുള്ളത് കൊണ്ട് നിനക്ക് മനുഷ്യത്വം ഇല്ലാതിരിക്കുമോ? ഒരിക്കലും. ഒരു പള്ളി കവാടത്തിൽ വെച്ച് ശ്യാമിനെ ആരെങ്കിലും കുത്തിപ്പിടിച്ച് ആക്രമിക്കുന്ന കണ്ടാൽ ഞാൻ ഉണ്ടായിരിക്കുമോ? ഉണ്ടായത് കാണുമോ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഞാൻ മനുഷ്യനല്ല, മൃഗത്തിന് പോലും അതിൻ്റെതായ വികാരമുണ്ട്, ഇല്ലേ? സത്യം 100%. അതുകൊണ്ട് ശ്യാമ വിളിച്ചത് ഭയങ്കര സന്തോഷം. അത് ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കണ്ട. ഓ, ഞാൻ ആ വീഡിയോ കൂടി ഒന്ന് ഉസ്താദിന് അയക്കാവേ. ഞാൻ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഓ താങ്ക് യു. ഹലോ നമസ്കാരം ഉസ്താദെ. നമസ്കാരം. ആരാ മോനെ? ഞാനിപ്പൊ നിങ്ങള് കൊന്നുകൊണ്ടിരിക്കുന്ന ആളാ. ജനൻ ടിവിയിലെ ശ്യാമായിരുന്നേ. അയ്യോ ശ്യാമേ, മുത്തേ ഒന്നും വിചാരിക്കരുതേട്ടാ മുത്തേ. ഇല്ല. അല്ല, എനിവേ താങ്ക് യു സോ മച്ച്. ഞാനൊരു നന്ദി പറയാൻ വിളിച്ചതാണ്. എന്തുപറ്റി?
അല്ല, ആ ഒരു പോയിന്റ് സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് അന്വേഷിക്കുകയും അതിന്റെ സത്യാവസ്ഥ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഓ ശ്യാമേ, സോറി. ഞാൻ ഓ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല, എന്തെങ്കിലും അയ്യോ വിഷമമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ നമുക്കും തിരുത്തപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അതെ ശ്യാമേ. പിന്നെ ഒരു കാര്യം പറയണ്ടേ, നമ്മുടെ അനിൽ നമ്പ്യാർ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ച കാര്യം ഞാനിവിടെ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല. എന്നാലേ അനിൽ നമ്പ്യാരായിട്ട് സംസാരിച്ചപ്പോഴേ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ കേട്ടപ്പോഴേക്കും അത്ഭുതം വന്നു. ഇവരൊന്നുമില്ല, ഇവരൊക്കെ നിങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി സംസാരിക്കുന്നതിനപ്പുറത്തേക്കോ സ്നേഹത്തിന്റെ ഒരു മഹാലോകം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഈ പറയുന്ന വർത്താനം കേൾക്കുമ്പോഴേ നമ്മൾ നിങ്ങളൊക്കെ വളരെ മോശം മനുഷ്യരാണെന്ന് വിചാരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ അനിൽ നമ്പ്യാരുടെ വർത്താനം 4 മിനിറ്റ് സംസാരിക്കും, ഞാൻ അന്തം വിട്ടു പോയി അദ്ദേഹത്തിന്. കാരണം ഇവരൊക്കെ മുസ്ലിമീങ്ങളുമായി ഭയങ്കര, നമ്മുടെ ഈ കൃഷ്ണകുമാർ സാറല്ലേ മറ്റേ കൊല്ലത്ത, അതെ 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 കൃഷ്ണകുമാർ സാറിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഷിഹാബ് തൃശ്ശൂർ എന്ന് പറയുന്ന വലിയ ബിസിനസ്സുകാരനാ. അവർ തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള യാത്രയുടെ ഒക്കെ വീട് എനിക്ക് കാണിച്ചു തന്നപ്പോ ഇങ്ങനെയൊക്കെയാണോ ഈ മനുഷ്യൻ? ഇപ്പൊ എന്നെ രഹസ്യമായിട്ട് വിളിക്കുന്ന ബിജെപിക്കാരും സാർ ഒരുപാട് പേര് നമുക്ക് പേഴ്സണൽ ബന്ധമുണ്ട്. കാരണം നമ്മളിലെല്ലാം അന്തർലീനമായി കിടക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്നെ ഒരാൾ വഴിയിൽ വെച്ച് ഒരു സംഘപരിവാറുകാരനെ ആക്രമിച്ചാൽ ശ്യാമ വെറുതെ ഇരിക്കുമോ? എന്നെ ഇരിക്കുന്നത് എന്നെ അകാരണമായിട്ട് ആക്രമിച്ചാൽ നീ വെറുതെ ഇരിക്കുമോ? 100% ഞാനൊരു മുസൽമാനാണെന്നുള്ളത് കൊണ്ട് നിനക്ക് മനുഷ്യത്വം ഇല്ലാതിരിക്കുമോ? ഒരിക്കലും. ഇത്രേ ഉള്ളൂ. അവസാനം ഈ വേട്ടാവളിയന്മാരെയൊക്കെ തിരുത്താൻ നമ്മുടെ അൻസാരി ഉസ്താദ് വേണ്ടി വന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് വലിയ സന്തോഷം. ഇനിയും കുറച്ചെണ്ണത്തിന്റെ തലയിൽ വെളിച്ചം വരാനുണ്ട്. ഏതാ നമ്മുടെ കുണുകുണുവാവ ലസിത അമ്മായി, 10 വയസ്സാടെ വിവരം അടുത്തൂടെ പോലും പോയിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് ചുമ്മാ ഈ പേപ്പട്ടി കുരയ്ക്കുന്ന കണക്ക് വന്നിരുന്നുകൊണ്ട് ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നുകൊണ്ട് കുരയ്ക്കുന്ന ചില ആളുകളുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഹാർപ്പിക് എന്ന് പറയുന്ന വേട്ടാവളി, ഇവരെ എല്ലാം ഈ ചാനലിനകത്ത് വിളിച്ചു വരുത്തി ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ നിലനിൽപ്പ്, ഇവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതല്ലാതെ ഇവർക്ക് വേറൊരു മാർഗമില്ല. അതാണിപ്പം നിങ്ങളിപ്പോൾ ഈ ശ്യാം എന്ന് പറയുന്ന ആളുടെ വോയിസിൽ കേട്ടത്. അതായത് ഉസ്താദ് കൊടുത്ത മറുപടി കേട്ടല്ലോ, മാസാണ് കേട്ടാ. പൊളിച്ച് ഉസ്താദെ, പൊളിച്ച്. ഇങ്ങനെ വേണം കൊടുക്കാൻ. അപ്പൊ നമ്മുടെ അനിലേട്ടൻ ആദ്യമേ ഉസ്താദിനെ വിളിച്ചിട്ട് 4 മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഓഡിയോ ഉസ്താദ് പുറത്ത് വിടുവോ ഇല്ല എന്നുള്ളതൊന്നും അറിയത്തില്ല. അത് ഇതിലും രസകരമായിട്ടുള്ള ഒരു ഓഡിയോ എന്നാണ് ഉസ്താദ് പറഞ്ഞു കേട്ടത്. എന്താണെങ്കിലും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പം ഈ വിസർജനം ചാനലിനകത്ത് ഇതുപോലത്തെ ചില പുതിയ ഐറ്റങ്ങളെയൊക്കെ കൊണ്ടിരുത്തിയിട്ട് ഭയങ്കര ചർച്ചയാണ്. ചർച്ച ചെയ്യുന്നത് മൊത്തം ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സമുദായത്തെ കുറിച്ചിട്ടാണ്. എവിടുന്നെങ്കിലും എന്തെങ്കിലും, അതായത് പണ്ട് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂള് തിന്നിട്ട് അത് വന്നിരുന്നുകൊണ്ട് ഛർദ്ദിക്കലാണ് സാധാരണ ഇവന്മാരുടെ പരിപാടി. പക്ഷേ ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന നമ്മുടെ ഈ മലൻ ടിവിയുടെ വ്യക്താവിനൊക്കെ നല്ല മനസ്സുണ്ടെന്നൊക്കെ ഉസ്താദ് പറയുന്നത് കേട്ടപ്പോൾ സത്യം പറയും എനിക്കും അത്ഭുതം തോന്നിപ്പോന്നു കേട്ടോ. കാരണം ഏട്ടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏത് പൂജാമുറിയിൽ മറ്റേ സ്കാരപ്പായ വെച്ച കാര്യമൊക്കെ, അതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നൊക്കെ ഒരു തോന്നൽ. സത്യത്തിൽ ഇവനൊക്കെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ കിടന്ന് സംഘപരിവാറിനെ നക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്താണെങ്കിലും ഇത് എനിക്ക് പൊളിച്ചേട്ടാ, ഇതങ്ങോട്ട് പെരുത്ത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളും കൂടെ അങ്ങോട്ട് പൊളപ്പനായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലോട്ട് വരട്ടെ. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ലവന്മാർക്ക് ഇപ്പൊ കുരുവട്ടാൻ തുടങ്ങും. പോട്ടെ അങ്ങോട്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.